മോദിയുടെ ഇന്ത്യ ലോകത്തിൻ്റെ കാഴ്ചയിൽ. ഗസ ഞെട്ടിക്കുന്ന മറ്റൊരു റിപ്പോർട്ട് കൂടി. രാവണന് രാഷ്ട്രീയ തണൽ ഉണ്ടായിരുന്നെങ്കിൽ. സ്വാഗതം, ഇത് മീഡിയ സ്കാൻ. മോദിയുടെ ഇന്ത്യ ലോകത്തിൻ്റെ കാഴ്ചയിൽ. നരേന്ദ്രമോദിയുടെ ഭരണം 12 വർഷം തികയ്ക്കുന്നു. നമ്മുടെ സമൂഹത്തിനും ഇന്ത്യയുടെ ആത്മാവിനും ഏൽക്കുന്ന ആഘാതത്തെപ്പറ്റി നമ്മൾ പറഞ്ഞു. എങ്കിലും വിദേശങ്ങളിൽ ഇന്ത്യക്ക് വിലയും കീർത്തിയും ഉണ്ടാക്കാൻ മോദിക്ക് കഴിഞ്ഞു എന്ന് കരുതുന്നവരുണ്ട്. ഇന്ത്യയുടെ വിദേശ ബന്ധങ്ങളുടെ അവസ്ഥ എന്താണ്? BJP ഈയിടെ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തതാണിത്. ഏറ്റവും കൂടുതൽ വിദേശ പാർലമെൻറ്റുകളിൽ പ്രസംഗിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിയാണ് എന്ന്. ഇതിനൊരു മറുവശമുണ്ട്. വിദേശ പാർലമെൻറ്റുകളിൽ ധാരാളം എത്തുന്ന മോദി ഇന്ത്യൻ പാർലമെൻറ്റിൽ പലപ്പോഴും വരാറുമില്ല. കഴിഞ്ഞ ജൂലൈയിൽ പാർലമെൻറ്റ് സമ്മേളനം നടക്കുന്നതിനിടെ അദ്ദേഹം വിദേശ രാജ്യങ്ങളിൽ സന്ദർശനത്തിന് പോയത് വിവാദമായിരുന്നു. പാർലമെൻറ്റ് ചർച്ചകൾ കേൾക്കാനൊന്നും അധികം നേരം കളയാത്തയാൾ എന്ന ഖ്യാതി കൂടി മോദിക്കുണ്ട്. പാർലമെൻറ്റിൽ സാന്നിധ്യം കുറവ്, വാർത്താ സമ്മേളനങ്ങളിൽ സാന്നിധ്യം ഒട്ടുമില്ല. പാർലമെൻറ്റിൽ ഇരിക്കാൻ താൽപ്പര്യം കുറവ്, അതേസമയം റാലികളിൽ പങ്കെടുക്കാൻ അമിതാവേശം. സ്വാഭാവികമായും വിദേശ പാർലമെൻറ്റുകളിലെ മോദിയുടെ സാന്നിധ്യത്തെ വാഴ്ത്തുന്ന മാധ്യമങ്ങൾ ഇന്ത്യൻ പാർലമെൻറ്റിലെ അസാന്നിധ്യത്തെപ്പറ്റി പറയില്ല. വിദേശ പര്യടനങ്ങൾ പ്രകടനങ്ങളായും ഇവൻറ്റുകളായുമാണ് സംഘടിപ്പിക്കാറുള്ളത്. ഒരിക്കൽ മിറർ നൗ ചാനലിൽ വന്ന വാഴ്ത്തു പരിപാടി മോദി വിദേശങ്ങളിൽ സൃഷ്ടിക്കുന്ന വിശ്വഗുരു പ്രതിച്ഛായയെപ്പറ്റിയായിരുന്നു. സന്ദർശനങ്ങൾ ഇന്ത്യക്ക് എന്ത് നൽകി എന്നതിന് ഉത്തരം കാതലായ നേട്ടങ്ങളല്ല, മറിച്ച് മോദി ഏറ്റുവാങ്ങിയ സ്വീകരണങ്ങൾ മാത്രം. 2015 മുതൽ 25 വരെ മോദിയുടെ വിദേശ പര്യടനങ്ങൾക്ക് ഇന്ത്യ ചെലവിട്ടത് 762 കോടി രൂപയാണ്. വിധേയ മാധ്യമങ്ങൾ പറഞ്ഞത് ലോകം എന്ത് ചെയ്യണമെന്ന് ഇന്ത്യ കൽപ്പിച്ചു തുടങ്ങി എന്നാണ്. ആഗോള രംഗത്ത് ഇന്ത്യ തിളങ്ങുകയാണ് എന്നും. എന്നാൽ ചങ്ങാതി മാധ്യമങ്ങളിലൂടെ ശ്രദ്ധാപൂർവം വളർത്തിയെടുത്ത വിശ്വഗുരു മുഖപടം യാഥാർത്ഥ്യത്തിന് മുൻപിൽ ഊർന്നു വീണു. മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠരെന്ന നമ്മുടെ നാട്യം നമ്മുടെ ലോകവീക്ഷണത്തെ ദുഷിപ്പിക്കുകയാണ് എന്ന വിമർശനത്തിൽ കഴമ്പുണ്ട്. 100ഓളം രാജ്യങ്ങളിൽ ചിലയിടത്ത് പല പ്രാവശ്യം ടൂർ പോയതുകൊണ്ട് ഫലമുണ്ടായില്ലെന്നാണ് വിമർശനം. ഇറാൻ യുദ്ധത്തിനിടെ ജൂൺ 10-ന് ഒമാൻ കടലിൽ അമേരിക്കയുടെ ആക്രമണത്തിൽ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ടു. മറ്റനേകം സംഭവങ്ങൾക്കൊപ്പം ഇതും ഇന്ത്യ സർക്കാരിൻ്റെ നിലപാടില്ലായ്മ തുറന്നുകാട്ടി. പ്രസിഡന്റ് ട്രംപ് നിർവികാരമായാണ് സംഭവത്തോട് പ്രതികരിച്ചത്. ആളുകൾ അങ്ങനെ കൊല്ലപ്പെടും, പ്രയാസമുള്ള ജോലിയാണ് നാവികരുടേത് എന്നൊക്കെ. It's a rough profession. There's no question about it. And we work together on it. This has been happening throughout time, but we work together on it. The Economist മാഗസിൻ ഇന്നത്തെ ലോക സാഹചര്യത്തിൽ ഇന്ത്യയുടെ ദുരവസ്ഥ വിവരിച്ചു. മാർച്ച് 26-ലെ ലക്കത്തിൽ ദ ഇക്കോണമിസ്റ്റ് ഇന്ത്യയെ വർണ്ണിച്ചത് സംഘർഷങ്ങളുടെ ലോകത്ത് പകച്ചു നിൽക്കുന്ന രാജ്യം എന്നാണ്. അമേരിക്കയെ ചൊൽപ്പടിക്ക് നിർത്താമെന്ന് വമ്പ് പറഞ്ഞിരുന്ന നാട് ഇന്ന് അങ്ങനെയല്ലത്രേ. ലോകമാധ്യമങ്ങളിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഇമേജ് ഇതാണ്. ട്രംപിന് നേരെ ഇന്ത്യയിൽ രോഷമുയർന്നത് CNN ചൂണ്ടിക്കാട്ടി. ഇതൊക്കെ യുദ്ധത്തിൽ സ്വാഭാവികമെന്ന മട്ടിലാണ് ട്രംപ് ബോധപൂർവമായ കൊലയെ വർണ്ണിക്കുന്നത്. വാസ്തവത്തിൽ ഒന്നിലേറെ തവണ ആക്രമണം നടത്തി. സിവിലിയന്മാരെന്ന പരിഗണന നൽകാതെ അമേരിക്കയുടെ ഉപരോധം ലംഘിച്ചെന്ന് കുറ്റപ്പെടുത്തി ആക്രമിച്ച് കൊല്ലുക തന്നെയായിരുന്നു. സിവിലിയന്മാരെ കൊല്ലാതിരിക്കാനുള്ള കരുതൽ വേണ്ടതായിരുന്നു. പക്ഷേ ഇരകൾ അമേരിക്കക്കാരോ യൂറോപ്യരോ അല്ലാത്തതിനാലാവണം അതുണ്ടായില്ല. എന്നിട്ട് ട്രംപിന് മുൻപിൽ മോദി പ്രതിഷേധം അറിയിച്ചില്ല, വിഷയം പരാമർശിച്ചു എന്ന് മാത്രം. ട്രംപ് ആകട്ടെ മോദിയെ പുകഴ്ത്തി വീഴ്ത്തി.
മോദി ചിരിച്ചു വഴങ്ങി. So you look at this man. I'll give you a lesson. He's the most beautiful looking man. He looks so nice. He's like an angel. But actually, he's as tough as he's a killer. I don't want to. He's a killer. He's as tough as they come. But he looks so good. So he gets you by surprise. But there's few people like this. ഇതേ മോദി പ്രധാനമന്ത്രിയാകുന്നതിന് തൊട്ട് മുൻപ് കോൺഗ്രസിനെയും സോണിയാഗാന്ധിയെയും ഇങ്ങനെ കുറ്റപ്പെടുത്തിയിരുന്നു. നമ്മുടെ മീൻപിടുത്തക്കാരെ വെടിവെച്ച് കൊന്ന ഇറ്റാലിയൻ കപ്പൽ ജീവനക്കാരെ ഏത് ജയിലിലാണ് ഇട്ടത് എന്നായിരുന്നു പരിഹാസ ചോദ്യം. ഒടുവിൽ എന്തായി? മോദി അധികാരത്തിലെത്തി. മൻമോഹൻ സിംഗ് സർക്കാർ ഇറ്റാലിയൻ നാവികർക്കെതിരെ എടുത്തിരുന്ന കേസ് പിൻവലിച്ച് മോദിക്ക് അവരെ വിട്ടയക്കേണ്ടി വന്നു. ഇറ്റലിക്കാരെ അവരുടെ നാട്ടിലെ കോടതി വിചാരണ ചെയ്യട്ടെ എന്ന് പറഞ്ഞാണ് സുപ്രീം കോടതി മോദി സർക്കാർ സമർപ്പിച്ച കേസ് പിൻവലിക്കൽ അപേക്ഷയിൽ തീർപ്പ് കൽപ്പിച്ചത്. ഇപ്പോൾ ഇന്ത്യൻ നാവികരെ കൊന്ന അമേരിക്ക ഇന്ത്യൻ പ്രധാനമന്ത്രിയെ പ്രശംസിച്ച് വശത്താക്കി പ്രതിഷേധമൊഴിവാക്കുന്നു. ഫ്രാൻസിൽ G7 ഉച്ചകോടിയിൽ വെച്ച് മോദി ട്രംപിനെ നേരിട്ട് പ്രതിഷേധം അറിയിക്കുമെന്ന് വാർത്തയുണ്ടായിരുന്നു. പക്ഷേ മുൻപ് ഔദ്യോഗിക കുറിപ്പിലെന്ന പോലെ നേരിട്ടും ആരെയും കുറ്റപ്പെടുത്താതെ വെറും പരാമർശം മാത്രമാണ് മോദി നടത്തിയത് എന്നാണ് റിപ്പോർട്ട്. മോദിയുടെ വീഴ്ചകൾ മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് മറ്റു ചില സംഭവങ്ങളുമായി താരതമ്യം ചെയ്തുകൊണ്ട് കൂടിയാണ്. ഇറ്റാലിയൻ നാവികരുടെ കാര്യത്തിൽ നടന്നത് അവയിൽ ഒന്ന് മാത്രം. മറ്റൊന്ന് ഇതാണ്. ഇന്ത്യയുടെ 3 നാവികരെ അമേരിക്ക കൊന്നപ്പോൾ ഇന്ത്യ ആദ്യം പ്രതികരിച്ചില്ല. അപ്പോൾ അമേരിക്കയെ അപലപിക്കാൻ മുന്നോട്ട് വന്നത് ഇറാനാണ്. പിന്നീടാണ് ഇന്ത്യ അതൃപ്തി അറിയിക്കുന്നത്. ഇന്ത്യക്കാരുടെ മരണത്തിന് ഉത്തരവാദി ഇറാനാണെന്ന് ആദ്യം ട്രംപ് ആരോപിച്ച് നോക്കിയെങ്കിലും തെളിവെല്ലാം എതിരായതോടെ കുറ്റം സമ്മതിച്ചു. ഈ ഘട്ടത്തിലും ഇറാനാണ് ഇന്ത്യയല്ല ഇന്ത്യൻ നാവികർക്ക് വേണ്ടി സംസാരിച്ചത്. മാർച്ചിൽ ഇന്ത്യക്കൊപ്പം നാവികാഭ്യാസത്തിനെത്തിയ ഇറാൻ കപ്പലിനെ അമേരിക്ക ഇന്ത്യൻ സമുദ്രത്തിൽ വെച്ച് ടോർപിഡോ ചെയ്ത് മുക്കി. അതിനെതിരെ ഒരു വാക്കും നാം പറഞ്ഞില്ല. കപ്പലിൽ ബാക്കിയായവരെ രക്ഷപ്പെടുത്തിയത് ശ്രീലങ്കയായിരുന്നു. മോദി സർക്കാർ വെറും കാഴ്ചക്കാരായി നിൽക്കുകയായിരുന്നു എന്ന് പ്രതിപക്ഷം ആരോപിച്ചു. അധികാരത്തിലിരുന്ന കാലദൈർഘ്യത്തിൽ നെഹ്റുവിനെ മോദി പിന്നിലാക്കിയിട്ടുണ്ടാകാം. പക്ഷേ താരതമ്യം വേറെയുമുണ്ട്. രാജ്യാന്തര രംഗത്ത് ശക്തി തെളിയിച്ചത് ആരാണ്? ഇനിയുമുണ്ട് ഉദാഹരണം. 1961 നെഹ്റു ഗോവയെ പോർച്ചുഗീസുകാരിൽ നിന്ന് മോചിപ്പിച്ചു. ആ മോചനയജ്ഞത്തിൻ്റെ തുടക്കം പോർച്ചുഗീസുകാർ ഒരു ഇന്ത്യൻ മീൻപിടുത്ത തൊഴിലാളിയെ കൊന്നതോടെയാണ്. ഇന്ത്യ അന്ന് ശക്തമായി ഇടപെട്ടു. 2012 2 മീൻപിടുത്തക്കാരെ ഇറ്റലിക്കാർ കൊന്നത് നാം നേരത്തെ പറഞ്ഞു. മൻമോഹൻ സർക്കാർ അന്ന് ഉണർന്ന് പ്രവർത്തിച്ചു. ഇപ്പോൾ 3 മീൻപിടുത്തക്കാരെ അമേരിക്ക കൊന്നപ്പോഴോ? ഇറാനിൽ നിന്നും റഷ്യയിൽ നിന്നുമൊക്കെ ഇന്ന് നാം എണ്ണ വാങ്ങുന്നത് അമേരിക്ക അനുവദിക്കുന്നത് അനുസരിച്ചാണ്. മുൻപ് മൻമോഹൻ സർക്കാരിനെ ഇറാന്റെ എണ്ണ വാങ്ങുന്നതിൽ നിന്ന് അമേരിക്ക വിലക്കിയിരുന്നു. അപ്പോഴോ? ഇത് അന്നത്തെ ഇന്ത്യ ടുഡേ വാർത്ത. അമേരിക്കയുടെ തിട്ടൂരം മൻമോഹൻ സർക്കാർ തള്ളി എന്ന്. സഹായത്തിന് ഞങ്ങളുണ്ടെന്ന് പറഞ്ഞ് സുഖിപ്പിക്കുന്ന ട്രംപ് ഇന്ന് വരെ ഇന്ത്യൻ നാവികരെ കൊന്നതിൽ ഖേദം പ്രകടിപ്പിച്ചതായി വാർത്തയില്ല. വൻ രാഷ്ട്രങ്ങളെ നാം ഭയക്കുന്നു എന്ന ദ ഇക്കോണമിസ്റ്റ് വാദത്തെ വിദേശകാര്യമന്ത്രി മറ്റൊരു സന്ദർഭത്തിൽ ശരിവച്ചിട്ടുണ്ട്. ചൈനയുടെ അതിക്രമത്തിൽ ഇന്ത്യ നിഷ്ക്രിയമായതിനെ പറ്റി ANI എഡിറ്റർ സ്മിത പ്രകാശ് ചോദിച്ചപ്പോഴാണ് S. ജയശങ്കർ പറഞ്ഞത്, ചൈന വൻ സമ്പദ് വ്യവസ്ഥ, അവരോട് ഏറ്റുമുട്ടാൻ ഞങ്ങളില്ല എന്ന്. Does that make China now the biggest threat to India? Are we in a state of a quasi-war-like situation, conflict-like situation? No, look, where are we? No. Look, they are the bigger economy. I mean, what am I going to do? As a smaller economy, I'm going to go pick a fight with a bigger economy. It's not a question of reactive, it's a question of having common sense. ആ പ്രസ്താവന സർക്കാരിൻ്റെ ആത്മവിശ്വാസക്കുറവ് തെളിയിക്കുന്നതായി പലരും എടുത്തുകാട്ടി. US-ൻ്റെയും ഇസ്രായേലിൻ്റെയും സൈന്യങ്ങളെ തങ്ങളെക്കാൾ 100 ഇരട്ടി ശേഷിയുള്ള സമ്പദ് വ്യവസ്ഥകളെ നേരിടുന്ന ഇറാനെ ചിലർ ചൂണ്ടിക്കാട്ടി. ആഗോള രംഗത്ത് നമ്മുടെ കരുത്ത് ചോർന്നതായി ഇറാൻ യുദ്ധവും സൂചിപ്പിക്കുന്നു. വിദേശ ബന്ധങ്ങളിൽ രാജ്യ താൽപ്പര്യത്തെക്കാൾ കോർപ്പറേറ്റ് ചങ്ങാതികളുടെ ലക്ഷ്യങ്ങൾക്ക് പരിഗണന നൽകുന്നതും ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു ഭാഗത്ത് പാകിസ്ഥാനും ഖത്തറും മധ്യസ്ഥത വഹിച്ച് പേരെടുത്തപ്പോൾ ഇപ്പുറത്ത് പ്രസക്തി നഷ്ടപ്പെട്ട അവസ്ഥയിലായി ഇന്ത്യ.
US-ഉം മറ്റും ഇന്ത്യയെ ദുർബല രാജ്യമായി കണക്കാക്കുന്നു. രാജ്യാന്തര രംഗത്ത് മുൻപ് തലയെടുപ്പോടെ നിന്നിരുന്ന ഇന്ത്യ ഇന്ന് അപ്രസക്തമാകുന്നു. ഇതിനു പുറമെയാണ് ഏതാനും വ്യക്തികളിൽ ഊന്നിയുള്ളതാണ് വിദേശനയം എന്ന ആരോപണം. ഏറ്റവും പുതിയ റിപ്പോർട്ട് അനുസരിച്ച് പ്രസിഡന്റ് ട്രംപിൻ്റെ മകൻ ട്രംപ് ജൂനിയറും ഗൗതം അദാനിയും തമ്മിൽ ഈയിടെ കണ്ടു. അതിനുശേഷമാണത്രേ അദാനിക്കെതിരെ അമേരിക്കയിലുള്ള അഴിമതി കേസ് ഉപേക്ഷിക്കാൻ ട്രംപ് സർക്കാർ തീരുമാനിച്ചത്. US മാധ്യമങ്ങളായ ഫോബ്സും ബ്ലൂംബർഗും അദാനി കോഴക്കേസ് ഇല്ലാതാക്കാൻ അത്തരം ഉന്നതതല യോഗം നടന്നതായി പറയുന്നുണ്ട്. മറ്റു പല റിപ്പോർട്ടുകളിലും ചങ്ങാത്ത മുതലാളിത്തം ഇന്ത്യയിൽ പിടിമുറുക്കിയതിൻ്റെ ലക്ഷണങ്ങൾ കാണാം. ഈ സാഹചര്യത്തിൽ ട്രംപ് ജൂനിയറും അദാനിയും തമ്മിലുള്ള കൂടിക്കാഴ്ചകൾ വാർത്തയായത് സ്വാഭാവികം. ഇത് അദാനിയുടെ ജെറ്റ് വിമാനത്തിൻ്റെ സഞ്ചാര രേഖകൾ. കഴിഞ്ഞ നവംബർ ഡിസംബർ കാലത്ത് ഗൗതം അദാനിയും മകൻ ജീത് അദാനിയും ട്രംപിൻ്റെ മകനും തമ്മിൽ കൂടിക്കാഴ്ച നടന്നതിൻ്റെ തെളിവ്. സാഹചര്യ തെളിവ് മാത്രമാണിത്. സർക്കാർ തല ഒത്താശ ഉണ്ട് എന്നതിന് തെളിവില്ല, സാധ്യതയേ ഉള്ളൂ. എങ്കിലും US-ലെ കൈക്കൂലി കേസ് ഇല്ലാതാവുക എന്ന അസാധ്യ സംഭവം നടന്നതെങ്ങനെ എന്ന ചോദ്യമുണ്ട്. 3 വർഷം മുൻപ് രാഹുൽ ഗാന്ധി പാർലമെൻറ്റിൽ വെച്ച് അദാനിയും മോദിയും പല കുറി വിദേശയാത്ര ഒരുമിച്ചോ തൊട്ടുടനെയോ നടത്തിയത് എടുത്തു പറഞ്ഞിരുന്നു. Congress MP Rahul Gandhi today opened fire on the Adani episode in Parliament, targeting Prime Minister Modi. He accused the Prime Minister of giving undue benefits to Gautam Adani. Take a look at Rahul's attack on the Adanis and the opposition response. प्रधानमंत्री जी, आपके फॉरेन ट्रिप्स पे अदानी जी और आप कितनी बार एक साथ गए? अदानी जी, how many times did you travel together with Adani ji? How many times did Adani ji join you later on a visit? How many times did Adani ji travel to a country immediately after you did? And in how many of these countries after you visited did Adani ji get a contract? ഇന്ത്യയുടെ വിദേശ നയത്തിൽ രാജ്യ താൽപ്പര്യത്തിനപ്പുറം ചിലതുണ്ടോ എന്ന ചോദ്യമുണ്ട്. ആർജവമില്ലായ്മ, വിധേയത്വം, സ്വജനപക്ഷപാതം തുടങ്ങിയവയ്ക്ക് പുറമെ മൂല്യച്യുതിയും. ഫലസ്തീൻ ജനതയെ വംശഹത്യ ചെയ്യുന്ന ഇസ്രായേലിനോടുള്ള അടുപ്പം ഇന്ത്യയുടെ ആത്മാവിനെ മുറിപ്പെടുത്തുന്നതാണ്. ഫലസ്തീൻ വംശഹത്യ ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കെ ഇന്ത്യയുടെ വിദേശ നയത്തെയും പൊതുവികാരത്തെയും മുറിപ്പെടുത്തിക്കൊണ്ടാണ് മോദി ഇസ്രായേലിൻ്റെ ബഹുമതി സ്വീകരിച്ചത്. כבוד יושב ראש הכנסת וכבוד ראש ממשלת הודו. എന്നിട്ട് അവിടെ വെച്ച് ഇസ്രായേൽ പിതൃരാജ്യമാണ്, ഇന്ത്യ മാതൃരാജ്യമാണ് എന്നെല്ലാം പറഞ്ഞ് അദ്ദേഹം ഡൽഹിക്ക് മടങ്ങിയതിന് പിന്നാലെയാണ് ഇസ്രായേൽ ഇറാനുമായും യുദ്ധം തുടങ്ങിയത്. Israel is their fatherland and India their motherland. ഇത് ആഞ്ഞു തറക്കുന്നത് ഇന്ത്യയുടെ മനസാക്ഷിക്ക് മേലാണ്. ഇന്ത്യയുടെ വിദേശ നയം എത്രത്തോളം വഴിതെറ്റി എന്നതിൻ്റെ സാക്ഷ്യം. ഇന്ന് ലോകത്തെ നല്ല നിലയിൽ സ്വാധീനിക്കാനുള്ള ശേഷി നഷ്ടപ്പെട്ട് ചിലരുടെ വിനീത വിധേയനായി ഇന്ത്യ മാറിയിരിക്കുന്നു. മോദി ഭരണത്തിൻ്റെ ചെറുതല്ലാത്ത നേട്ടം.